പൊതുവെ പറഞ്ഞാൽ, ഒരു സത്യസത്യമായി പറഞ്ഞാൽ, കേരളത്തിലുള്ള എല്ലാ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിലും സമ്പത്തുള്ളതിൽ എല്ലാം മോഷണമാണ്. ഇല്ലെന്ന് ഇവർക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. ഇതൊക്കെ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാണ്. കൊച്ചിയിലില്ലേ, കൊച്ചിൻ ദേവസ്വം ബോർഡില്ലേ, മലബാർ ദേവസ്വം ബോർഡില്ലേ? ഈ ദേവസ്വം ബോർഡിലുള്ള ഇന്നുള്ള ഭരണ സംവിധാനം ഈ സംവിധാനത്തിൽ പോയാൽ തീർച്ചയായും ചക്കരക്കുടങ്ങണ്ട കൈയിട്ട് നക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സംവിധാനങ്ങൾ മാറാത്തിടത്തോളം കാലം ഈ ക്ഷേത്രവും നന്നാകില്ല, പരിസരവും നന്നാകില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു, ക്ഷേത്രത്തിനകത്ത് പോലും, ശ്രീകോവിലിനകത്ത് പോലും ശുദ്ധിയുണ്ടോ? നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഈ സംവിധാനം, ഇന്നത്തെ സംവിധാനം മൊത്തം മാറണം. വരുമാനത്തിൻ്റെ പകുതി പോലും യഥാർത്ഥത്തിൽ കണക്ക് വരുന്നുണ്ടോ ഓരോ ക്ഷേത്രങ്ങളിലും, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ? ഇപ്പം തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ വൃത്തിഹീനത തന്നെ നിങ്ങളല്ലേ കാണിച്ചത്. ഇത്രയും വൃത്തിഹീനമായിട്ടാണ് കൊട്ടാരക്കര കൊടുക്കുന്നത്, അതും സബ്ലെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്ത് രീതിയാണ് നടക്കുന്നത്? ഇത് ദൈവത്തിൻ്റെ കാര്യം, അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പം ഒരു നിമിത്തമായി കണ്ടെത്തിയുണ്ടല്ലേ ചർച്ച. ഈ നിമിത്തം എങ്ങനെ ഉണ്ടായി? നിങ്ങളോ ഞാനത് അറിഞ്ഞില്ല. ഈ വിഷയം എങ്ങനെയായിരുന്നു നിങ്ങളുടെ മധ്യത്തിലോ അല്ലെങ്കിൽ ഈ അദ്ദേഹം ഹൈക്കോടതിയുടെ മുമ്പിലല്ലേ വന്ന് വീണത്? അതിൽ തന്നെ തുടക്കം എവിടെയാണ്? ഇന്നിരിക്കുന്ന ഭരണക്കാർ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് നിയമിച്ചിട്ടുള്ള ആ ജഡ്ജിനെ ഒഴിവാക്കിക്കൊണ്ട് അവർ അതിൻ്റെ ശ്രീകോവിലിൻ്റെ ഏതാണ്ടൊക്കെ കൊടുത്തുവിട്ടില്ലേ? അത് കൊടുത്തുവിട്ടത് അറിയാതെ കൊടുത്തുവിട്ടപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത് ഹൈക്കോടതിക്ക്. സ്വാഭാവികമല്ലേ? ആ ജഡ്ജി അറിയാതെ പോകാൻ പാടില്ലാത്തത് അറിയിക്കാതെ വിട്ടപ്പോൾ അദ്ദേഹം അപ്പം അതിൻ്റെ അടിസ്ഥാനത്തല്ലേ ഹൈക്കോടതി ഇടപെട്ടത്. ഹൈക്കോടതി ഇടപെട്ടപ്പോൾ അല്ലേ ഇങ്ങനെ ഓരോ സ്വർണ്ണപ്പാളി പല പാളികളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, കഥകായി പലകയായി പലതായി വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരാളുടെ കാലത്താണ്, പലരുടെയും കാലത്ത്, ഇപ്പോഴത്തും അതിനു മുമ്പുള്ളതും. പിന്നെ അതിനു മുമ്പിരുന്ന പത്തനംതിട്ടക്കാരനിരുന്ന കാലത്തുള്ളത് ഞാൻ അന്നേ പറഞ്ഞിട്ട് കുഴപ്പക്കാരനാണെന്ന്. പത്മകുമാർ ഭയങ്കര കുഴപ്പക്കാരനാണ്. അപ്പം അദ്ദേഹം തന്നെ എന്താണ് ദണ്ടുണ്ടാക്കി അതിനകത്ത് കെട്ടി മക്കളെ കൊടുത്ത് പുറത്ത് കൊണ്ടുപോയി കേട്ടില്ലേ? അപ്പം ഞാൻ ഒന്നേ പറയാനുള്ളൂ, നിങ്ങളിപ്പോൾ ഒരുപാടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം അയ്യപ്പൻ്റെ ഒരു മഹാ അത്ഭുതം മാത്രമല്ല, ഒരുപാട് കള്ളന്മാരുടെ കണ്ണികളും ഇങ്ങനെ കിടക്കുകയാണ്. ഇതെല്ലാം കണ്ടുപിടിക്കാനും അതിനൊരു അവസരമുണ്ടായി. ആ അവസരത്തിൽ ഇപ്പോൾ ശക്തമായ നടപടി ഹൈക്കോടതി എടുത്തിട്ടുണ്ട്. ഹൈക്കോടതി എടുത്തപ്പോൾ അത് നമ്മൾ ചെറുതായി കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഗവൺമെൻറ് ശക്തമായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ, ആരുടെ കാലത്തായാലും. നമുക്ക് അതിനകത്ത് ഇപ്പോൾ വലിയൊരു ചർച്ചയിലേക്ക് പോകേണ്ടത് ഇപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ രാജ്യത്ത് മുഴുവൻ പ്രക്ഷോഭമാണ്. അതിന് രാഷ്ട്രീയമാണ്. ഇതിനൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ രാജ്യത്ത് കിടക്കണം. ആ പ്രശ്നത്തിനൊക്കെ പ്രാധാന്യം ഈ ശബരിമലയിൽ ഈ പാളിയെടുക്കുന്നതാണ് ആ പ്രശ്നം. അതതിൻ്റെ ശക്തമായ നടപടി സർക്കാരും ഹൈക്കോടതി എടുത്ത സാഹചര്യത്തിൽ അതിൻ്റെ ഗൗരവം നല്ലത്. പക്ഷേ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാനൊരു അമ്പലത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് 62 കൊല്ലം ഇരുന്നാണ്. എവിടെയൊക്കെ കക്കും എവിടെയൊക്കെ കക്കാനൊക്കെ എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇത് പഴുതടച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകട്ടെയാണ്. അഴിമതി പഴുതടച്ച് ഈ കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും, അവിടെ നിന്ന് മാത്രമല്ല, പുറത്ത് പോകണമെങ്കിൽ ഇവിടെ ഏതാണ്ട് 5ഓളം ബോർഡുകളുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട്, കൊച്ചിൻ ദേവസ്വം ബോർഡുണ്ട്, ഗുരുവായൂർ ദേവസ്വം ബോർഡുണ്ട്, കുഴൽമാണിക്കുന്ന, ഇങ്ങനെ പല മലബാർ ദേവസ്വം ബോർഡുണ്ട്. ഈ ദേവസ്വം ബോർഡ് 4-5 ഉണ്ടാക്കി കുറേ രാഷ്ട്രീയക്കാർക്ക് ഇരിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒഴിവാക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു സീനിയർ IAS സെക്രട്ടറി ആയിട്ട് വയ്ക്കണം. സെക്രട്ടറി ആയിട്ട് വെച്ചിട്ട് രാഷ്ട്രീയക്കാരില്ലാതെ രാഷ്ട്രം ഉണ്ടാകുകയില്ല. രാഷ്ട്രീയക്കാരുടെ ചെയർമാനോ കമ്മിറ്റിയോ, അതായത് കയർ ബോർഡ് പോലെയും സ്പൈസസ് ബോർഡ് പോലെയും ഉള്ള ബോർഡ് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ടല്ല. അതുപോലെ ആ ബോർഡിനകത്ത് രാഷ്ട്രീയക്കാരിക്കട്ടെ, അവരുടെ അഭിപ്രായങ്ങളും അതൊക്കെ കേൾക്കണം. ഈ സെക്രട്ടറി എന്ന് പറഞ്ഞ ആൾ ആയിരിക്കണം എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ. ആ സെക്രട്ടറി കൺസേൺഡ് മിനിസ്റ്ററുമായിട്ട് ബന്ധം ഉണ്ടായിരിക്കണം, ഗവൺമെൻറ്റുമായിട്ട് ബന്ധമുണ്ടാക്കി ഫയൽ നോക്കിക്കൊണ്ട് പോയാൽ ഈ അഴിമതിയിൽ ഒരുപാട് കുറവ് വരുത്താൻ സാധിക്കും. ഇതങ്ങനെയല്ല,
കുറേ രാഷ്ട്രീയക്കാർക്ക് ഇടം കൊടുക്കാൻ ഇടയില്ലാത്തവർക്ക് ഇടം കൊടുക്കുന്നതിന് ഇടമായിട്ട് ഈ ദേവസ്വം ബോർഡുകൾ മാറിയാൽ ഒക്കുമോ? ഞാൻ നിഷ്പക്ഷമായിട്ട് പറയുന്നത് ആരുടെ കാലത്തായാലും നടന്നിട്ടുള്ളതെല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ ഗവൺമെൻറ് കാലത്തായാലും ആരുടെ കാലത്തായാലും ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? കുറച്ച് രാഷ്ട്രീയപരമായ അവസരങ്ങൾ ലഭിക്കാത്തവർക്ക് ഒരു അവസരം കൊടുക്കുന്ന ഒരു വേദിയായി അല്ലെങ്കിൽ ഒരു കസേരയായി ദേവസ്വം ബോർഡ് അധപ്പതിച്ചു. അത് മാറണം. ഈ ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും ശക്തമായ നടപടി എടുക്കണം. നടപടി എടുത്തുകൊണ്ട് മാത്രമല്ല, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡേ വേണ്ടെന്നേ. ഒരൊറ്റ ബോർഡുണ്ടാക്കി എന്തുകൊണ്ട് നല്ലൊരു IAS കാരനോ വെച്ചുകൂടാ? അയാൾക്ക് എക്സിക്യൂഷൻ പവറും കൊടുക്കണം, മന്ത്രിക്ക് നേരിട്ട് പവർ അതിന് ഇടപെടാനുള്ള. അതിനൊരു കമ്മിറ്റി ഇവിടെ ഉണ്ടാക്കും ചെയർമാനായിട്ട്. അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം ഇതിപ്പോൾ എങ്ങനെയാണ്? ഇവിടെ വൈക്കത്ത പോസ്റ്റിങ്ങാണ്, അതിന് എത്ര കിട്ടും എന്നാണ് ആലോചിക്കുന്നത്. അതുപോലെ കൊട്ടാരക്കര, അങ്ങനെ കുറേ പ്രധാന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എന്ത് കിട്ടും, എന്ത് മേടിക്കാം എന്ന് കണക്കാക്കി കൊടുക്കുകയും മേടിക്കുകയും ചെയ്ത് കുറച്ച് ആളെ പോസ്റ്റ് ചെയ്താൽ എങ്ങനെയാണ്? അവൻ വരുന്നവൻ വെറുതെ കാണാം, അവൻ അതിൻ്റെ അപ്പുറത്ത് അടിക്കാൻ നോക്കും. ഇതെല്ലാം ഈ അഴിമതി രഹിതമായി കുറേയെങ്കിലും നടക്കണമെങ്കിൽ ഇന്നത്തെ ദേവസ്വം ഭരണ സംവിധാനത്തിനുള്ള ബോർഡ് സംവിധാനം അഴിച്ചു പണിയാത്തിടത്തോളം കാലം ഈ അഴിമതി ആര് വന്നാലും ലോകാവസാനം വരെ ഇത് അനുസ്യൂതം നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. കഴിഞ്ഞ ദിവസം ജി സുധാകരൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, അതായത് ഇതിന്റെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ 2 വർഷത്തിലധികം, കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് 2 വർഷം മാത്രമായി ചുരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർച്ചയായി അവർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു അവസരം ഉണ്ടാകുന്നതാണ് ഈ ഒരു അഴിമതിയിലേക്ക് പോകാനുള്ള ഒരു അവസരം ഒരുക്കുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ 5 കൊല്ലം ഈ അസംബ്ലിയിൽ തിരഞ്ഞെടുക്കാൻ 5 കൊല്ലത്തേക്കല്ലേ? അതിന് തുടർച്ചയായിട്ട് അവരെടുക്കുന്ന അഴിമതി എടുക്കാനുള്ള കാര്യമല്ല, അതൊന്നും കാര്യമില്ല. കാരണം 2 കൊല്ലം എന്നുള്ളത് കുറവാണെന്ന് എൻ്റെ അഭിപ്രായം. പഠിക്കില്ല, അവർ കയറി ഇരുന്ന് വരുമ്പോൾ കാര്യം തീർന്നു പോകും. സമയം കൊടുക്കുക, അതൊന്നും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ സർവീസ് കോഓപ്പറേറ്റീവ് 5 കൊല്ലം SNDPയുടെ ഒരു നിലപാടായിട്ട് അവതരിപ്പിക്കുക. അതായത് ക്ഷേത്രങ്ങളിൽ നിന്ന് ഈ രാഷ്ട്രീയക്കാരെ ഒഴിവാക്കണം, ദേവസ്വം ബോർഡുകളിൽ നിന്ന് രാഷ്ട്രീയക്കാരെ ഒഴിവാക്കണം എന്നുള്ള SNDPയുടെ നിലപാടായിട്ട് തന്നെ അവതരിപ്പിക്കും. അല്ല, ഞാനത് ചർച്ച ചെയ്യാം. ഞങ്ങളുടെ ബോർഡ് ക്ഷേത്രത്തിൽ നിന്ന് രാഷ്ട്രീയക്കാരെ ഒഴിവാക്കണമെന്ന് ഞാൻ പറയല. ഈ രാഷ്ട്രമാണെങ്കിൽ രാഷ്ട്രീയക്കാർ വേണമല്ലോ. അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കേണ്ടതാണ് ചെയർമാൻ. ഞാനൊരു സാമ്പിൾ പറഞ്ഞ്, കയർ ബോർഡ്, സ്പൈസസ് ബോർഡ്, ഇങ്ങനെ കുറേ ബോർഡുകൾ ഇന്ത്യയിലുണ്ട്. അവിടെ എല്ലാം എന്താണ്, ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? രാഷ്ട്രീയക്കാരനാണ്. തലപ്പത്ത് എക്സിക്യൂഷനും അതിൻ്റെ ഭരണപരമായ കാര്യങ്ങളിലെല്ലാം ഇവരെ അഡ്വൈസ് പ്രൊഫഷണലാക്കണം. ഇവരൊക്കെ വന്നിട്ട് ആർക്ക് എന്ത് ഉത്തരവാദിത്വം? IAS ഉദ്യോഗസ്ഥനാണെങ്കിൽ അവനാ ഒപ്പിടുന്നത്. അവൻ നാളെ പെൻഷൻ മേടിക്കില്ല, അവന് ഭയമുണ്ട്. രാഷ്ട്രീയക്കാരിൽ നിന്ന് എത്ര മോട്ടിച്ചിട്ട് അവൻ അടുത്ത ടൈം വരുമ്പോൾ അവൻ പോയി അവർ കണ്ടുപിടിച്ചിട്ട് അവന് എന്ത് ചുക്ക് ചെയ്യാനാണ്? ഭയമില്ല. അതുപോലെ IAS ഉദ്യോഗസ്ഥനാണ്, ആ എക്സിക്യൂഷൻ നിയമം വിട്ടാണ് എങ്കിൽ അയാൾ ആ ഫയൽ എഴുതും, അല്ലെങ്കിൽ നിയമം വിട്ടാണെങ്കിൽ അവൻ ഓർഡർ എഴുതുകയില്ല. ഇതിപ്പോൾ എന്ത് വേണമെങ്കിലും എഴുതും. രാഷ്ട്രീയ പിന്തുണ ഇതിനകത്ത് വേണമെന്നില്ല. ബോർഡ് അംഗങ്ങൾ പലരും അറിഞ്ഞിരിക്കണം. രാഷ്ട്രീയക്കാർ, കാരണം ഇതിൽ മന്ത്രി ചെയ്യണമെന്ന് വല്ലതും ഉണ്ട്. ഇത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് കൊടുത്തിരിക്കില്ല, ഫുൾ പവർ കൊടുത്തിരിക്കില്ല ബോർഡിന്. മന്ത്രി ചെയ്യണമെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നത്? ബോർഡാണ് മുഴുവൻ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ബോർഡ് മുഴുവൻ അറിയണമെന്നുണ്ടാ? ബോർഡ് പ്രസിഡൻ്റാണ് ചെയ്യുന്നത്. ആ ബോർഡ് പ്രസിഡൻറ്റ് മുഴുവൻ അറിയണമെന്നുണ്ടോ? ബോർഡ് പ്രസിഡൻ്റ് അങ്ങനെ ഒരു ഉപകരണമായിട്ടിരിക്കും. ഇവിടെ താഴെ ഇരിക്കല്ലേ കാലന്മാർ പലരും, അവർക്കെല്ലാം ടെക്നിക്കൽ കാര്യങ്ങൾ അറിയുന്നത്. അവർ അറിഞ്ഞു അത് പറഞ്ഞ് ഇതില്ല, അത് ശരി, ഇത് ശരി എന്ന് പറയുമ്പോൾ ഈ ഇരിക്കുന്ന രാഷ്ട്രീയക്കാരനല്ലേ, അവൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയല്ലേ ശരിയുള്ളൂ. ചിലപ്പോൾ ഒപ്പിട്ട് കൊടുക്കും, സംഗതി കുളത്തിൽ കിടക്കും. നേരത്തെ തന്നെ ഒരു സജഷൻ വന്നില്ല, അതായത് ഒറ്റ ബോർഡ് ആക്കണമെന്നുള്ള. അപ്പം ഈ സംസ്ഥാനത്ത് നേരത്തെ ഇങ്ങനെ നിർദ്ദേശം ഉയർന്നു വന്നത്. അപ്പോൾ ഈ പല സ്ഥലങ്ങളിലെയും ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ, പ്രത്യേകിച്ച് മലബാറിലെ ക്ഷേത്രങ്ങളുടെ ആചാരമല്ല ഈ തിരുവിതാംകൂർ വരുമ്പോൾ അത് അങ്ങനെയാണ്. അപ്പോൾ അത് നേരത്തെ തന്നെ ഒരു ആളുകൾ അഭിപ്രായ വ്യത്യാസം പറഞ്ഞതാണ്. അല്ല, ആചാരാനുഷ്ഠാനം വ്യത്യാസം ഉണ്ടെങ്കിൽ ബോർഡ് കേരളത്തിൽ തന്നെ 2 തിരുക്കൊച്ചിയിൽ 1 മലബാർ വേറൊന്നാക്ക്, 2 ബോർഡുണ്ടാക്ക്. അവിടെ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥന്മാരെ വയ്ക്ക്. അത് ഒന്നുകൂടെ നന്നായി. കാരണം മറ്റൊരു കാര്യങ്ങൾ ആലോചിച്ചു, ഇവിടെ ഏറ്റവും വരുമാനമുള്ള ഇവിടെ
1251 ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ഉള്ളത്. ആ 1251 അതിൽ 51 ക്ഷേത്രം മാത്രമാണ് സ്വയം പര്യാപ്തത. ശ്രീ അയ്യപ്പനില്ലെങ്കിൽ 1200 വെള്ളത്തിലാണ്. അതേസമയത്ത് ഈ വെള്ളത്തിൽ കിടക്കുന്ന മലബാറില്ല. ശമ്പളം പോലും കൊടുക്കാതെ എത്ര എണ്ണം കിടപ്പുണ്ട്. അതുകൊണ്ട് ഈ ബോർഡ് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ വരുമാനമുള്ളതും വരുമാനം ഇല്ലാത്തതുമായ പല സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം ടാലി ചെയ്ത് പോകും. ഇപ്പം മലബാറിൽ കാശ് കൊടുക്കുന്നില്ല. മലബാർ ദേവസ്വം ബോർഡുകളുടെ എണ്ണവും കുറയ്ക്കണം. വേണമെങ്കിൽ ഇപ്പോൾ ഈ സാങ്കേതികം പറയുകയാണെങ്കിൽ ബോർഡ് ഇതെല്ലാം വേണ്ട. ഇപ്പോൾ 5 ബോർഡ് എന്തിനാ? ഗുരുവായൂർ ദേവസ്വം ബോർഡ് എന്തിന് പറയുമ്പോൾ നിങ്ങൾ എന്നോട് ദേഷ്യം തോന്നരുത്. ആ പണം എവിടെ കിടക്കുന്നു? പ്രത്യുത്പാദനപരമായ വല്ല കാര്യത്തിനും ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ? ബാങ്കിൽ കോടിക്കണക്കിന് ഇട്ടിരിക്കുകയല്ലേ. തെറ്റിദ്ധരിക്കുന്നതാരും അത് ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് ഉപയോഗിക്കാൻ പാടില്ലേ? അതുപോലെ ഇനി ഹിന്ദുക്കളുടെ വികസനത്തിനാണെങ്കിൽ ഹിന്ദുക്കളെ ഉപയോഗിക്കാൻ പാടില്ലേ? ആ പൂമുടലൊരു അമ്പലമുണ്ടല്ലോ, ആ അമ്പലത്തിൻ്റെ പേരെന്താണ്? കൂടൽമാണിക്യം, കാണാമ്പുഴയും ഒരു അവിടെ എൻ്റെ മുഴുവൻ ആ സൊസൈറ്റിയിലിട്ടിരിക്കുകയാണ്. ആർക്കും കൊള്ളാം. നിങ്ങൾ ആഴത്തിൽ പഠിക്കണമെങ്കിൽ ഇത് ഭയങ്കര കുഴപ്പമാണപ്പാ. കാരണം ഇവിടെ കുറേ വികസനം നടത്തുന്നതുകൊണ്ട് കാശ് ചിലവാകുന്നു. വികസനം ഒന്നും ചെയ്യാതെ ചുമ്മാ പണം കിടക്കുന്ന കാണാമ്പുഴയിൽ ഒറ്റ ബോർഡാണ്. അവിടെ എത്രയോ കോടി വരുമാനമുള്ള തൊട്ടടുത്തുള്ളൊരു സൊസൈറ്റി, കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇടുകയാണ്. ആര് ഭരണത്തിൽ വന്നാലും ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലായിട്ടുള്ളത്. എന്ത് പ്രയോജനമാണിത്? അതുപോലെ ഗുരുവായൂർ കോടാനും കോടി കിടക്കുകയാണ്. ആർക്കെന്ത് പ്രയോജനം? അതിൽ ഇതെല്ലാം കൂടെ ഒന്നാക്കണമെങ്കിൽ ഈ വരുമാനമുള്ള ക്ഷേത്രത്തിൽ നിന്ന് കാശെടുത്ത് വരുമാനം ഇല്ലാത്തടത്ത് കൊടുക്കാമല്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞൊന്നും നടക്കത്തില്ല. ഇതിപ്പോൾ ചില പ്രത്യേക മാഫിയ സംഘങ്ങളും രാഷ്ട്രീയക്കാരും കൂടെ ഇതില്ല. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായ ആ കാര്യം വരുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും ഒന്നാണ്. അവിടെ ഒരു പോറ്റിയുടെ സഹായമായിട്ട് വന്ന ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇപ്പോൾ എല്ലാത്തിലും കുറ്റവാളി എന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. അയാൾക്ക് ഇത്രയും ഒരു സ്വാതന്ത്ര്യം നമുക്ക് അവിടെ കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത്, അയാളുടെ ആളുകൾ സ്വാധീനിക്കാനുള്ളത് കഴിവ് അവിടെ എങ്ങനെയാണ് നിങ്ങളൊന്ന് ആലോചിക്കണം. കാശ് മേടിക്കണമെന്ന് വിചാരിക്കണമെങ്കിലും കാശ് കിട്ടും. നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണക്കാരായാലും ജീവനക്കാരായാലും ടോപ്പിയിരിക്കുന്നവർക്ക് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഏലം, ശർക്കര, അവിടെ ടിന്ന്, ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളിലെല്ലാം സപ്ലൈ അല്ലേ. ഈ സപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ടെൻഡർ ചെയ്ത് ലോവസ്റ്റിനാണ് കൊടുത്തെന്ന് പറയും. ലോവസ്റ്റ് ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു നെഗോഷിയേഷൻ ഉണ്ട്. ആ നെഗോഷിയേഷൻ ഇഷ്ടമുള്ളതിന് കൊടുക്കാം. അതിൽ കുറച്ചവനെ മറ്റുള്ള 3 പേര് ടെൻഡർ ചെയ്തെങ്കിൽ 3 പേർക്ക് നെഗോഷിയേഷൻ ചോദിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞവനേക്കാൾ അല്പം കുറച്ച് മറ്റവന് കൊടുത്താൽ പോരെ. അപ്പോൾ ഒന്നും അറിയാതെ കൊണ്ടുപോയി 1 കോടി അവൻ്റെ വീട്ടിൽ കൊടുക്കും ഈ ഉദ്യോഗസ്ഥന്മാരുടെ. അത് ചോദിക്കണ്ട. മേടിക്കാത്തവനെ മേടിക്കുന്ന പരുവത്തിലാക്കുന്ന ഒരു സംസ്കാരമാണ് അതിനകത്ത് ഉള്ളത്. അതാ ജയശ്രീയെ ആയിരിക്കാം. ആരിരുന്ന കാലത്ത് നിയമിച്ചാലും അവരിരുന്ന കാലത്താണ് നിയമിച്ചെങ്കിലും നടന്ന ആരുടെ കാലത്താണ്. ആരുടെ കാലത്ത് നടന്ന ആരുടെ കാലത്തിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ സംവിധാനത്തിൽ അതേ നടക്കുകയുള്ളൂ. ഇപ്പോൾ തൊട്ട് മുമ്പ് നടന്ന പത്തനാപുരംകാരനാണല്ലോ, പത്തനംതിട്ടക്കാരൻ പത്മകുമാർ, അതിനെപ്പറ്റി എന്തെല്ലാം കുഴപ്പമുണ്ടായി. അങ്ങനെ കൊടുക്കണാണോ? അത് ഞാൻ അങ്ങനെ പഠിക്കുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ടെന്ന്. അവർക്കെല്ലാം ചുമ്മായിരുന്നു. നീ ശബരിമല തന്ത്രി ആയി അല്ലെങ്കിൽ നെറുക്കെടുപ്പിട്ട് എടുത്തിട്ട് അതിൽ ശാന്തി പട്ടം കിട്ടി 1 കൊല്ലം ഇരുന്നു പുറത്തു പോയാൽ അവനെന്ത് കോടിയാണ് ഉണ്ടാക്കുന്നത്. ഈ ജനങ്ങളുടെ ഈ ആത്മീയതയല്ല ഒരുപാട് ചൂഷണം ചെയ്യുന്നത്. അയാൾ പിന്നെ എന്താണ് ശബരിമല മേൽശാന്തിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ലോകം മുഴുവൻ നടക്കുകയാണ്. അയാളെ കൊണ്ട് നടക്കുന്ന ആളുണ്ട്. അപ്പോൾ ഞാൻ ഈ മേൽശാന്തിവരെ ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ ബ്രാഹ്മണ ചീത്ത പറഞ്ഞു പറയുന്ന ആളെ നിങ്ങൾ വ്യാഖ്യാനിക്കരുത്. ഞാൻ അങ്ങനെ ഒരു ബ്രാഹ്മണ സഭയ്ക്ക് അങ്ങനെ അവർ ഒത്തല്ല ഞാൻ പറഞ്ഞത്, എതിരല്ല പറഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് അവർക്ക് തോന്നുന്നെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം അവരോട് അവരെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞു
അവിടെ വെച്ചിരിക്കുന്ന മുഴുവൻ ബ്രാഹ്മണയായിപ്പോയെന്ന് ഞാൻ എന്ത് ചേർക്കും? അവിടെ നിന്ന് ശാന്തി നടത്തണമെങ്കിൽ മലയാള ബ്രാഹ്മണനായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആ മലയാള ബ്രാഹ്മണനാണ് ഒരു കൊല്ലം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ ദേശാടനം നടക്കുകയാണ്. അവർ കാശുണ്ടാക്കുന്നുണ്ട്. ആ ആത്മീയതയെ പണം കൊടുക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ഇത് ബ്രാഹ്മണനായിപ്പോയതുകൊണ്ടല്ല, അവിടെ ശാന്തിയായിപ്പോയതുകൊണ്ടാണ്. അപ്പോൾ ആത്മീയതയെ ഒരുപാട് ചൂഷണം ചെയ്യുന്നുണ്ട് അവിടെ. അത് രാഷ്ട്രീയക്കാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ വലിയ ആഘോഷമായിട്ട് എല്ലാവരും ഇപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ശബരിമല നന്ദിയുടെ പേരിലാണ് സ്വർണ്ണപ്പാളി നോക്ക്. സ്വർണ്ണപ്പാളിയുടെ പേരിൽ എത്ര നഷ്ടം വന്നിട്ടുണ്ട്, എത്ര കോടി. എടാ, അതിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ട ഇഷ്യൂ നമ്മുടെ കേരളത്തിൽ കിടക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങൾ വല്ല കിട്ടുന്നുണ്ട്. കുട്ടനാട്ടിൽ നെല്ലിന് കാശ് കൊടുക്കുന്നുണ്ടാവില്ല. എന്തും മിണ്ടാത്തതാരും. ഇവിടുത്തെ പിന്നെ നമ്മുടെ ഈ നീതി സ്റ്റോറിനകത്ത് പാറ്റ കയറി കിടക്കുകയാണ്. വല്ലതുണ്ടോ സാധനം? ഇതിനെപ്പറ്റി ആരും ഒന്നും പറയാനില്ല. അപ്പോൾ ഇതിനെ ശബരിമല കിട്ടി. ഈ ശബരിമല വിട്ടിട്ട് ഈ രാജ്യത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച് ശബരിമല ലൈവാക്കി നിർത്തി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ഉദ്ദേശമാണെന്ന് വളരെ പച്ചയായിട്ട് എല്ലാവർക്കും അറിയാം. അതടുത്ത ത്രിതല പഞ്ചായത്ത് വരെ കൊണ്ടു നടക്കാൻ വേറെ വിഷയം കിട്ടിയില്ല. അതിന് എത്ര പാവങ്ങൾ ഇപ്പോൾ തല്ലി മേടിക്കുന്നു കിടന്നത്. ഒരു കൗതുകരമായ കാര്യം എന്താ വെച്ചാൽ ഈ സംസ്ഥാനത്ത് UDF വിശ്വാസ സംരക്ഷണ ജാഥ നടത്തുന്നത്. പക്ഷെ ആദ്യം ഈ സമരരംഗത്തുണ്ടായിരുന്ന BJP ഇപ്പം അതൊക്കെ സൈലന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. മറ്റേറെ UDFന്റെ ജാഥ ഇപ്പോൾ എല്ലാ ജില്ലയിലും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് അതിനകത്ത് എന്തോ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് എന്തെങ്കിലും ഉണ്ടോ? അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയാമല്ലോ. നമ്മളെല്ലാം അരിയാഹാരം കഴിക്കുന്നവരാണ്. നമുക്കറിയാം ഈ ശബരിമലയുടെ പേരിൽ സമരം നടത്തുന്നവരാരായാലും അവർക്ക് രാഷ്ട്രീയ ഉദ്ദേശമാണ്. അല്ലാതെ ശബരിമല നന്നാക്കാനാണെന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്നവരാരും വിശ്വസിക്കുന്നവരല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അരിയാഹാരം കഴിക്കാതെ കഷ്ടപ്പെടുന്ന ദുഃഖം അനുഭവിക്കുന്ന ഒരുപാട് അവസരം ഈ കാലഘട്ടത്തിലുണ്ടപ്പോൾ അവർക്ക് വേണ്ടി സമരം ചെയ്യും. അയ്യപ്പ സംഗമവും അങ്ങനെ ഒരു രാഷ്ട്രീയമല്ലേ? അയ്യപ്പ സംഗമോ? അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയമല്ല. ഈ ഏത് കാര്യത്തിനും രാഷ്ട്രീയ കണ്ണിലൂടെ കാണരുത്. അത് ശബരിമലയുടെ ഒരു വികസന പദ്ധതിക്കുള്ള ഒരു രൂപരേഖ തയ്യാറാക്കുന്നതിന് കിട്ടിയ യോഗം. പിന്നെ വെച്ച സ്ഥലം തെറ്റായിപ്പോയി. ഒരു ഭാവനയില്ലാത്ത മനുഷ്യന് മാനം ചെല്ലാത്ത പട്ടി കൊണ്ട് സംഗമം വെച്ചാൽ അങ്ങനെ. പക്ഷെ ഗവൺമെൻറ് കാണിച്ച് തെറ്റായിപ്പോയി. കാരണം NSS വിധി കിട്ടി. ആ NSS വിധി കിട്ടിയെങ്കിൽ ആ NSS കോടതി കിട്ടിയ വിധി അതനുസരിച്ച് ബാക്കിയുള്ളവർക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല? അത് ബാക്കിയുള്ളവർ ചോദിക്കുന്നത് ശരിയല്ലേ? ഇപ്പോൾ എല്ലാ ബിഷപ്പുമാരും കൂടെ ഒന്നിച്ച് കൂടിയപ്പോഴത്തേക്ക് മൂക്കിന് മാവരച്ച പോലെ ഇപ്പോൾ കൊടുക്കാൻ സമ്മതിച്ചില്ലേ? ഇതിനൊക്കെ നല്ല നേരത്തെ അങ്ങോട്ട് കൊടുത്താൽ പോരായിരുന്നോ? നമ്മൾ ആ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് ശരിയായില്ല. അവർ നീതിക്ക് വേണ്ടി NSS കേസ് കൊടുത്തു. ആ പറഞ്ഞ നീതി വേണപ്പാ. കോടതി വിധത്താണ്. ഭിന്നശേഷിക്കാരുണ്ടെങ്കിൽ അവരുടെ നിയമനത്തിൻ്റെ പോസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾ നിയമിച്ചോ അവർക്ക് അപ്പുറത്ത് കൊടുക്കണം. അത് ന്യായമായ ഉത്തരവല്ലേ സുപ്രീം കോടതി. ആ നടപ്പിലാക്കുക ഈ ഗവൺമെൻറ് ഇതിന് മാത്രം എന്തിനാണ് നാറാൻ പോയത്? നാറാതെ നനയാതെ അങ്ങോട്ട് നേരത്തെ അങ്ങോട്ട് കൊടുത്താൽ പോരായിരുന്ന. ഇപ്പോൾ ബിഷപ്പുകാരെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയപ്പോൾ കൊടുക്കാനായില്ലേ? ഞങ്ങൾക്കൊക്കെ വിശപ്പുണ്ട്, ഞങ്ങളിങ്ങനെ കൂടി ആരെങ്കിലും തരുക? മൈൻഡ് ചെയ്യല. സർക്കാരിന് ആ നയം തെറ്റിപ്പോയി. ഒരുപക്ഷെ ഒരുപാട് പോസ്റ്റുണ്ടായി കാശ് കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് ട്രഷറി കാശില്ലാത്തതുകൊണ്ടായിരിക്കാം. സർക്കാർ അതിലൊന്നും മടിച്ചു നിന്ന ഒരു അബദ്ധമായിരുന്നു. തീർച്ചയായിട്ടും ചേർത്ത് മടിച്ച് നിൽക്കാൻ പറയും. NSS കൊടുത്തപ്പോൾ ബാക്കി മാനേജ്മെൻറ്റ് നിൽക്കുന്നില്ലേ? NSSനെയൊക്കെ എത്രയോ എണ്ണം സ്ഥാപനങ്ങൾ ഏതാണ്ട് 7,900 മറ്റുണ്ട് കൃത്യം മാനേജ്മെൻറ്റ്. NSSന് അതിൻ്റെ പകുതി പോലും ഇല്ല. ഞങ്ങൾക്കാണ് 370 ഉള്ളൂ. അപ്പോൾ ആ മാനേജ്മെൻറ്റിനെ ഒരു കിട്ടിയൊരു വിധി ബാക്കിയുള്ളവർക്ക് ലഭിക്കണമെന്ന് ന്യായമായവർ ആഗ്രഹിച്ചാൽ അത് കൊടുക്കണ്ടേ? അതിന് കൊടുക്കാതെ മുടന്ന ന്യായം പറഞ്ഞ് ആളുകളെ വെറുപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? വേണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു. സുധാകരനെതിരെ ഇപ്പം പാർട്ടിയിൽ നിന്ന് വലിയ അധിക്ഷേപവും സൈബർ ആക്രമണമൊക്കെ നടക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു, പാർട്ടി നടപടിയെടുക്കുന്നില്ല എന്നൊക്കെ പാർട്ടി രംഗത്ത് വന്നില്ല. പാർട്ടി സുധാകരനെ സംരക്ഷിച്ചിട്ടൊന്നുമില്ല. സുധാകരന് വീഴ്ച പറ്റിയ രീതിക്കാണ് ജില്ലാ സെക്രട്ടറി സംസാരിക്കുന്നത്.
എനിക്കറിയാൻ പറ്റില്ല. അതെല്ലാം പാർട്ടി ചർച്ച ചെയ്തവർ അവിടെ അകത്തുള്ള കാര്യങ്ങളില്ലേ. ഏതായാലും സുധാകരൻ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി സംശുദ്ധമായൊരു രാഷ്ട്രീയത്തിൻ്റെ ഉടമയാണ്. ഇന്നും കുറേ അധികം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മനസ്സുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ പ്രായമായി അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളത് നേര് തന്നെയാണ്. പക്ഷേ എന്നാൽ തന്നെയും കേരളത്തെ സംബന്ധിച്ച്, ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്ന് അവഗണിക്കാൻ ഒക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയല്ല ജി സുധാകരൻ. പിന്നെ ഒരുപാട് സംവാദങ്ങളും ഉണ്ടാക്കാതെ ഇതെല്ലാം ഒരു യോജിച്ച് പോകുന്നതാണ് ഈ ഇലക്ഷൻ മുന്നിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ ഉത്തമമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം വളർത്തിക്കൊടുക്കുന്നവരാണ് ഇതെല്ലാം. നാസറായാലും സജി ചെറിയനായാലും ഞാനിതെല്ലാം തൊട്ടടുത്ത് നിന്ന് കണ്ട് അവരോടൊപ്പം സഞ്ചരിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ അപ്പോൾ അവരുടെ വളർച്ച ഉൾക്കൊള്ളാൻ സുധാകരൻ സാഹിബ് തയ്യാറാണ്. അദ്ദേഹത്തിന് പ്രായവും പരിജ്ഞാനവും അവർക്കൂടെ പകർന്നു കൊടുത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഉപദേശം കൊടുത്ത് കൊണ്ടുപോകാനുള്ള ആ ക്ഷമയും പക്വതയും അദ്ദേഹം കാണിക്കണം. അദ്ദേഹം ഒരു കറപ്ഷനില്ലാത്ത ഒരു, ഇവിടെ തന്നെ ഒരു PWD മന്ത്രിയുണ്ടെന്ന് കേരളം അറിഞ്ഞത് അടുത്ത കാലത്തെങ്ങും ജി സുധാകരൻ ഉണ്ടായിരുന്നപ്പോഴാണ്. ഇവിടെ വികസനം ഉണ്ടായിരുന്നു. ആ ജി സുധാകരനെ ഉദ്യോഗസ്ഥന്മാർക്ക്, അഴിമതി ഉദ്യോഗസ്ഥന്മാർക്ക് പേടിയായിരുന്നു. അത് നല്ലതല്ല. പിന്നെ അദ്ദേഹത്തിന് ചില കാര്യങ്ങളിൽ ഒഴിവാക്കി എന്നൊക്കെ പറയുന്നു. അവിടെ തൊട്ടായി കഴിഞ്ഞ ദിവസം ഒരു ബാല ഉദ്ഘാടനം നടത്തി അദ്ദേഹത്തെ ഒഴിവാക്കി. കുറേ ഒത്തിരി വിഷമമൊക്കെ സ്വാഭാവികം ഉണ്ടാകാം. അതൊക്കെ പരിഹരിച്ച് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം, ചിന്തകളും ഭാവനവും പാർട്ടിയുടെ അകത്ത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതിനകത്ത് ഈ പൂച്ചക്ക് പൊണ്ണു തൂക്കേണ്ടത് കാര്യമില്ല. എന്നെക്കൊണ്ടുള്ള ആളുകൾക്ക് അതിനും പറയാനും കാര്യമില്ല. ഗണേഷ് കുമാർ SNDP ജനറൽ സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നു. ഒന്ന് പറഞ്ഞെന്താണ്? ഗണേശനെന്ന് പല പ്രാവശ്യം പറയണമെങ്കിൽ പുണ്യം കിട്ടുമെന്ന് അല്ലേ? ശരിയാണ്. ഏത് ഗണേശൻ? വിഘ്നേശ്വരനായ ഗണേശൻ. അവൻ്റെ തന്തയാണ് നടേശൻ. ആരാണ്? ആരാണ്? ശിവൻ. അവൻ്റെ തന്തയാണ്. തന്തക്കിട്ട് ഭാരവെക്കുന്നതാണ് ഈ ഗണപതി. ഗണപതി ഒരിക്കലും തന്തക്കിട്ട് ഭാരം വെച്ചിട്ടില്ല. തന്തയെ ബഹുമാനിച്ച് ലോകം കീഴ്പ്പെടുത്തുവാൻ പറഞ്ഞപ്പോഴത്തേക്ക് ശിവന് വലം വച്ച് ഞാൻ ലോകം കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞതും, സുബ്രഹ്മണ്യൻ ലോകം ചുറ്റാൻ മയിലിൻ്റെ പുറത്ത് നടന്നപ്പോൾ ശിവൻ പിന്നെ ഗണേശൻ അച്ഛനും അമ്മയ്ക്കും ചുറ്റി. അപ്പോൾ അച്ഛനും അമ്മയ്ക്കിട്ടും പാര വെച്ചവനാണ് ഈ ഗണേശൻ. അപ്പം തന്തക്കിട്ട് പാര വെച്ചവൻ ഈ ഗണേശൻ പറ്റി എന്ത് പറയാനാണ്? തന്തക്കിട്ടും മകനിട്ട് അമ്മയ്ക്കിട്ടും പാര വെച്ച പെങ്ങക്കിട്ടും പാര വെച്ചില്ലേ ഈ ഗണേശൻ? ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഗണേശൻ. വേണ്ട. ഈ മന്ത്രിസഭയും MLAയും ഒക്കെ ആയതിന് ആ സരിതയെ ഉപയോഗിച്ച് കിട്ടിയതിൻ്റെ പ്രതിഫലമല്ല ചങ്ങാതി. എല്ലാവർക്കും അറിയാമല്ല മന്ത്രിസ്ഥാനം എങ്ങനെ കിട്ടി, MLA സ്ഥാനം കിട്ടി. ആ സരിതയുടെ സ്ഥിതി എന്താണ് ഇപ്പോൾ? നിങ്ങൾ തിരക്ക് അവിടെ തിരക്കത്തുണ്ടോ? എത്ര ശബ്ദിച്ച് കഴിയല്ലേ? മരുന്ന് മേടിക്കാൻ കാശുണ്ടോ? അറിയാമോ നിങ്ങൾക്ക്? പിരിവ് നടത്തി എന്തിനാ പിരിവ്? ഇയാൾക്ക് കാശ് കൊടുത്തുകൂടെ? ഇയാളെ വേണ്ട. ഇയാൾ ട്രാൻസ്പോർട്ട് മന്ത്രിയല്ലേ? ഇപ്പോൾ മനസ്സാക്ഷി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടിന് വേണ്ടി പാരലായിട്ട് ട്രാൻസ്പോർട്ട് നടത്താം. നിങ്ങൾ തിരക്ക് നോക്കി അയാൾ എറണാകുളത്തേക്ക് സർവീസ് നടത്തുന്നുണ്ടല്ലോ, ട്രാൻസ്പോർട്ട് സർവീസ്. തന്നെയാണ് ആ ബസ് എവിടെയൊക്കെ നിർത്തണം? ട്രാൻസ്പോർട്ട് ഓഫീസിൽ അവരുടെ അവിടെ പോലും കയറി ഇറങ്ങി ആളെടുത്തിട്ട് പോകും. നിയമചട്ടമായിട്ട് ബാധകമല്ല. പേടിയാണ്. ആരും മിണ്ടത്തില്ല. അതാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഗണേശൻ. ഒറിജിനൽ ഗണേശനും ഡ്യൂപ്ലിക്കേറ്റ് ഗണേശനുണ്ട്. ഇത് നടേശനാണ്, ശിവനാണ്. ഈ ശിവൻ്റെ മകനല്ല അത് വേറെ കണ്ടവനിലുണ്ടായ മകനാണ് ഈ ശിവൻ. ശിവനിലുണ്ടായതാണ് അല്ല. നിങ്ങളിത് തന്നെ എഴുതി. എനിക്കൊരു പുല്ലുമില്ലെന്ന്. ആണോ? അത് സാക്ഷാൽ ശിവൻ്റെതല്ലേ, പുത്രനല്ലേ, ശിവപാർവതിയുടെ പുത്രൻ. ശിവപാർവതിയുടെ പുത്രന്മാരിൽ നിന്ന് ഇങ്ങനെയുള്ള അപശബ്ദം വരത്തില്ല. അല്ലെങ്കിൽ പറയുക ഞാൻ ഞാൻ ഗണപതിയാണ്, എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മോക്ഷം കിട്ടുന്നു. ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ ഈ സൈസ് പമ്പര വിഡ്ഢിത്തം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് നിങ്ങൾ ഈ ട്രാൻസ്പോർട്ട് ജീവനക്കാരോട് ഇത്രയും മോശം പരുഷമായി പെരുമാറുന്ന ആരുണ്ട്? എന്നിട്ട് നിങ്ങൾ ആരും മിണ്ടുന്നില്ലല്ലോ.
ഒരു കുപ്പി അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞ കുപ്പി എടുത്തിന് അവൻ എന്തെല്ലാം പറഞ്ഞു സസ്പെൻഡ് ചെയ്യുന്നു. ഇതിൻ്റെ രാജവാഴ്ച. സാർ ചക്രവർത്തി പോലും ഇങ്ങനെ പെരുമാറില്ല ആരോടും. ചൂടൽ മാണവത്തിൻ്റെ അപ്പുറം അവരുടെ പാരമ്പര്യം അതല്ല, മാണവ സ്വഭാവമാണല്ലോ. തൽക്കാലം അത്രേ പറയുള്ളൂ. ഇനി ബാക്കി പിന്നാലെ.